നമസ്കാരം. ട്രെൻഡിംഗ് നൗയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന ലഷ്കർ-ഇ-തൊയ്ബയുമായി ബന്ധമെന്ന സൂചന നൽകുന്ന ഡയറിക്കുറിപ്പുകൾ കണ്ടെത്തി. അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ചെങ്കോട്ടയിൽ നടന്നത് കശ്മീരിലെ പ്രശ്നങ്ങളുടെ പ്രതിഫലനമെന്ന വിവാദ പ്രസ്താവനയുമായി മെഹബൂബ മുഫ്തി. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകളിൽ ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ വിധി അല്പസമയത്തിനകം. ഹസീനയ്ക്ക് വധശിക്ഷ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർമാർ. ബംഗ്ലാദേശിൽ ഇന്നലെ രാത്രി വൈകി സ്ഫോടനങ്ങളും പ്രക്ഷോഭങ്ങളും. കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലുടനീളം അതീവ ജാഗ്രത. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ച ജോലി സമ്മർദ്ദത്തെ തുടർന്നെന്ന് ആരോപണം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്കും ജില്ലാ വരണാധികാരിയിലേക്കും ഓഫീസിലേക്കും BLOമാരുടെ പ്രതിഷേധ മാർച്ച്. അനീഷ് ജോർജ് ജീവനൊടുക്കിയത് തൊഴിൽ സമ്മർദ്ദം മൂലമെന്ന് കണ്ണൂർ കളക്ടർ. സംഭവത്തിൽ CPM പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BLOയ്ക്ക് ഭീഷണിയുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആകുമെന്നും EP ജയരാജൻ. ശബരിമല സ്വർണ്ണക്കളയിൽ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ SITക്ക്. പോറ്റിക്ക് പത്മകുമാർ സർവ്വസ്വാതന്ത്ര്യം നൽകിയെന്ന് ജീവനക്കാർ. പൂജാ ബുക്കിംഗിലടക്കം പ്രത്യേക പരിഗണന. ശബരിമലയിൽ SIT പരിശോധനയും സാമ്പിൾ ശേഖരണവും ഇന്ന്. BJP പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയ കേസിൽ സമഗ്ര അന്വേഷണത്തിന് പോലീസ്. ആനന്ദിന്റെ ഫോൺ സന്ദേശം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സുഹൃത്തുക്കളുടെ മൊഴി ശേഖരിക്കും. BJP ജില്ലാ നേതൃത്വവും പോലീസ് സമീപിക്കും. ആനന്ദിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി സമർപ്പിക്കും. പയ്യന്നൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ CPM പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SIRുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിന്റെ BLO കൊണ്ടുപോയതിന് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും ചേർന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനു പുറമെയാണ് ജോലിയുടെ സമ്മർദ്ദം വിഷയത്തിൽ ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണമെന്നും VD സതീശൻ പറഞ്ഞത്. SIRലൂടെ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ രാഷ്ട്രീയമായും നിയമപരമായും ചോദ്യം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. അതേസമയം BLOയുടെ മരണത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാകുമെന്ന് EP ജയരാജൻ. സംഭവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഇടപെടലില്ലെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. നിലവാരമില്ലാത്ത കോൺഗ്രസ് ആരോപണം മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നുവെന്നും പ്രതികരണം. അത് കോൺഗ്രസ്സുകാർ പറയുന്നത് അത് കോൺഗ്രസിന്റെ കൈവശം ഉണ്ടാക്കുന്നതാണ്. അതല്ലാതെ ഏറ്റുകൊടുക്കയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമില്ല. BLOമാരോടൊപ്പം എല്ലാവരും ഇല്ലേ? എല്ലാ പാർട്ടിക്കാരും പോകുന്നില്ലേ? പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇത്രമാത്രം അസംബന്ധം പ്രചരിപ്പിക്കാൻ പരിശീലനം നേടിയൊരു പാർട്ടി വേറെയുണ്ടോ? ഇതാണോ അവർ ചെയ്യേണ്ട ശരിയായ നിലപാട്? ആ കുടുംബത്തിൻ്റെ മരണപ്പെട്ടു പോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ? നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? പക്ഷേ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാ കളക്ടറുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമായിരിക്കും. അതല്ല ഇവിടെ പ്രശ്നം. കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത്? അല്ല ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞത് കൊടുക്കുകയാണോ വേണ്ടത്? നിങ്ങളെന്തിനാ ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാരുടെ വാക്കുകൾ ആ ഏറ്റുകൊടുക്കയിലെ നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു താഴേക്കടയിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അർത്ഥവാക്യമാക്കിയെടുത്ത് ഇത്തരമൊരു പ്രശ്നത്തിൽ നിങ്ങൾ പ്രചാരവേല നടത്താൻ പാടുണ്ടോ? അത് കോൺഗ്രസിന്റെ സംസ്കാരമാണ്, അത് UDFന്റെ സംസ്കാരമാണ്. കണ്ണൂരിലെ BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. CPMന്റെ ഭീഷണിയും അമിതമായ ജോലിഭാരവുമാണ് ജീവനൊടുക്കലിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം. വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അതേസമയം കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് തൊഴിൽ സമ്മർദ്ദം മൂലമെന്ന് കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ട്. തൊഴിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും അനീഷ് ജോർജ് നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളാണെന്നും
അരുൺ കെ വിജയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അനീഷ് ജീവനൊടുക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിച്ച ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ആരോപിച്ച BLOമാർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്തുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച 1065 ഫോറങ്ങളിൽ 50 ഫോറങ്ങൾ മാത്രമായിരുന്നു BLO അനീഷ് ജോർജിന് വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. ജോലിയിൽ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച സൂപ്പർവൈസറോട് ആവശ്യമില്ലെന്ന് അനീഷ് അറിയിച്ചിരുന്നുവെന്നും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് പരിശോധനയിൽ സംശയകരമായ പരിക്കുകളോ കുറിപ്പോ കണ്ടെത്തിയിട്ടില്ലെന്നും വിശദീകരണം. പോലീസ് അന്വേഷണത്തിലെ വിവരങ്ങളാണ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. അതേസമയം അനീഷ് ജോർജിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി BLOമാർ ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. SIRന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമാണുള്ളതെന്നും ജീവനക്കാർ പറയുന്നു. 35,000 BLOമാരെയാണ് SIR ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയാണെന്നും BLOമാരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. ആക്ഷൻ കൗൺസിൽ ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്ത് BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത്. എന്നാൽ അനീഷ് ജീവനൊടുക്കിയതിന് പിന്നിൽ CPMന്റെ ഭീഷണിയാണെന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. CPM പ്രവർത്തകൻ BLOയെ ഭീഷണിപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. തീവ്ര വോട്ടർ പട്ടിക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിപക്ഷ നേതാവ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിൽ കോൺഗ്രസിൻ്റെ BLA ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളെ. പിന്നെ ഈ ജോലിയുടെ ഭാരവും എല്ലാ സമ്മർദ്ദവും ഇതാണ് ഈ ആത്മഹത്യയ്ക്ക് ഇട നൽകിയത് എന്നാണ്. അതുകൊണ്ട് ഗൗരവതരമായ അന്വേഷണം സർക്കാർ നടത്തണം, ബോധ്യം വരുന്ന തരത്തിൽ അന്വേഷണം നടക്കണം. ഇലക്ഷൻ കമ്മീഷൻ കുറേ കൂടെ ഗൗരവമായി ഈ വിഷയത്തെ പഠിക്കണം. കാരണം BLOമാർ വ്യാപകമായി സംസ്ഥാനത്തുടനീളം പരാതിയാണ്. അവർക്ക് അമിതമായ ജോലിഭാരമാണ്. ഭൂരിഭാഗം പേര് സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് BLOമാർ. അവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല. 3 പ്രാവശ്യം വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത്. 700 മുതൽ 1500 വോട്ട് വരെ പല ബൂത്തുകളിലുണ്ട്. മാത്രമല്ല ഇതിനെ ഈ BJPയും CPMും ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അനുഭാവ വോട്ടുകൾ അല്ലെങ്കിൽ UDF അനുകൂല വോട്ടുകൾ ചേർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. BJP ദുരുദ്ദേശത്തോടു കൂടി SIR നടപ്പാക്കുമ്പോൾ ആ ദുരുദ്ദേശത്തെ പ്രായോഗിക തലത്തിൽ വേറൊരു തരത്തിൽ നടപ്പാക്കുകയാണ് CPM കേരളത്തിൽ ചെയ്യുന്നത്. അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. നിയമപരമായും രാഷ്ട്രീയമായും SIR വഴി നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് നടപടികളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സജീവൻ വടക്കുംപാട് ചേരുന്നുണ്ട്. സജീവൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസറായ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രതിഷേധവും സങ്കടങ്ങളും സമ്മർദ്ദവും എല്ലാമാണ് ഇപ്പോൾ അനീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. കുടുംബം വീണ്ടും ആരോപിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിലവിലെ ഒരു അന്തരീക്ഷം എന്താണ്? രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കാൻ കുറേയധികം പാർട്ടികളും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവും ഒരു ഭാഗത്ത് നടക്കുകയല്ലേ? പക്ഷേ തീർച്ചയായും BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വാക്കേറ്റങ്ങൾ മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ 18ാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വാക്പോരിനിറങ്ങിയിരിക്കുന്നത്. ഇതിനിടെ തന്നെ അനീഷ് ജോർജ് ജീവനൊടുക്കാൻ കാരണം SIR അല്ലെന്നാണ് ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട്. ജില്ലാ കലക്ടർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ട്. തൊഴിൽ സമ്മർദ്ദം ഉണ്ടായതായി അനീഷ് അറിയിച്ചിട്ടില്ലെന്നും ഇദ്ദേഹത്തിന് 1065 ഫോറങ്ങൾ വിതരണം ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നതും ഇതിൽ 50 ഫോറങ്ങൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും മറ്റുള്ളവർ കൃത്യമായി ഇയാൾ വിതരണം ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത്. ഏറ്റുകുടിക്കയിലെ ബൂത്ത് ലെവൽ ഓഫീസർ അനീഷ് ജോർജിന്റെ മരണത്തിൽ SIRവുമായി ഒരു ബന്ധമില്ലെന്നുമാണ് ജില്ലാ കലക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ ജില്ലാ കലക്ടർ നൽകിയത്. പോലീസ് അന്വേഷണത്തിലെ വിവരങ്ങൾ മാത്രമാണ് ഈ കലക്ടർ റിപ്പോർട്ടിൽ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ അന്വേഷണം തുടരുമെന്നും ജില്ലാ കലക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ്. അതിനിടെ അനീഷിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ഏറ്റുകൊടുക്കാൻ
സമൂഹത്തിൽ നാനപ്പെട്ടവർ പഞ്ചായത്തിൽ നിർമ്മിച്ചു. SIR ജോലിഭാരം തന്നെയാണ് അനീഷിനെ ഈ കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. പയ്യന്നൂർ ബൂത്തിലെ ഓഫീസറായിരുന്ന അനീഷ് ജോർജിനെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. വീട്ടിലുള്ളവരെ പള്ളിയിൽ കൊണ്ടുവിട്ട ശേഷമാണ് അനീഷ് തൂങ്ങി മരിച്ചത് ചെയ്യുന്നത്. ജോലി സമ്മർദ്ദം മൂലം തന്നെയാണ് അനീഷ് ജീവനൊടുക്കിയെന്ന് ആദ്യം മുതൽ തന്നെ പുറത്തുവന്ന വിവരം. അനീഷ് ജോർജിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അനീഷ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. കമ്മീഷന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് BLOമാരെന്നും തികഞ്ഞ ഏകീകരണത്തോടെയാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരും പ്രയാസം നേരിടരുത് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. അതിനിടെ അനീഷിന്റെ ആത്മഹത്യയെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി BLOമാരിന്റെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. SIRന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമാണെന്നും ജീവനക്കാർ പറയുന്നു. 35,000-ഓളം BLOമാരാണ് SIR ജോലിക്ക് വിനിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ ടാർഗറ്റ് നൽകുകയും മനുഷ്യസാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇന്ന് സംസ്ഥാനത്തെ BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത്. കൂടാതെ അവർ ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ജില്ലാ ഭരണാധികാരികളുടെ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ചും ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അനീഷ് ജീവനൊടുക്കിയത് പിന്നിൽ CPMന്റെ ഭീഷണിയാണെന്ന് കോൺഗ്രസ് ഇപ്പോഴും ആരോപിക്കുകയാണ്. അതുപോലെ തന്നെ BJPയും ഈ ആരോപണത്തെ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. CPM പ്രവർത്തകർ BLOയെ ഭീഷണിപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ കയ്യിലുണ്ടെന്നാണ് കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി പറയുന്നത്. പ്രതിപക്ഷ നേതാവും CPMന്റെ ഈ ഭീഷണിയെ ഇന്നും ഉറപ്പിച്ച് പറയുകയാണ്. SIRന്റെ പേരിലുള്ള സമ്മർദ്ദവും രാഷ്ട്രീയ ഭീഷണിയും തന്നെയാണ് അനീഷ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് പ്രതിപക്ഷ നേതാവും ഇന്ന് ആരോപിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് BJPക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് അനീഷിന്റെ പിതാവ് പറഞ്ഞ കാര്യം പോലും മുഖവിലേക്കെടുക്കില്ലെന്നും രാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനിടെ ഇന്ന് ഒരു BLO കുഴഞ്ഞു വീഴുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ഒരു മൈക്കയിൽ അംഗനവാടി അധ്യാപിക ശ്രീജയാണ് ഇന്ന് 11 മണിയോടെ SIR ജോലിയുമായി ബന്ധപ്പെട്ട് വീട്ടുകാരി ഇറങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണത്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. കനത്ത വെയിലിൽ നിരവധി വീടുകൾ കയറിയതിനെ തുടർന്നാണ് ഇവർക്ക് അബോധാവസ്ഥ ഉണ്ടാകുകയും ഉടൻ തന്നെ വീട്ടുകാരും മറ്റും ഇവരെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അക്ഷയ. ശരി, സജീവനാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്നും ജോഷി TV കൂടെ നൽകും വിശദാംശങ്ങൾ. ജോഷി, കോഴിക്കോടും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പണിമുടക്ക് അതൊക്കെ തന്നെയാണ്. വലിയൊരു സംഘർഷ സാധ്യത തന്നെ നിലനിൽക്കുന്ന അന്തരീക്ഷമാണോ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? പക്ഷേ കോഴിക്കോട് കളക്ടറേറ്റിൽ നടന്ന സമരം, പ്രതിഷേധ സമരം അല്പസമയം മുമ്പ് അവസാനിച്ചു. എങ്കിലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സമരം തുടരുകയാണ്. അത് കൂടാതെ തങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അനുവദിച്ച സമയത്തിന് മാത്രം പുനരാരംഭിക്കുക, അത്തരം ഈ ജോലിഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്തെങ്കിലും അടിയന്തരമായി പരിഗണിക്കണം. അക്കാര്യത്തിലൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ ഇടപെടലുകൾ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് BLOമാരുടെ നിലപാട്. അതുതന്നെയാണ് ഇവർക്ക് ശക്തമായ പിന്തുണയുമായി അധ്യാപക സർവീസ് സംഘടനകളും ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷനും NGO അസോസിയേഷനും ഒക്കെ ഉടപെടുന്ന സംയുക്ത വേദിയൊക്കെ ഇവർക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തുണ്ട്. ഇതിനിടയിലാണ് ഈ കോഴിക്കോട്ടെ ഒരു BLOക്ക് നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തു വന്നിട്ടുള്ളത്. ഈ ജോലി സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല എന്ന് കാണിച്ചുകൊണ്ട് സബ് കളക്ടർ നൽകിയ നോട്ടീസ്, അതായത് വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകൾ കൃത്യസമയത്ത് ഫോമുകളുടെ എണ്ണം കുറവാണെന്ന് കാണിച്ചുകൊണ്ടാണ്. ജോഷിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് NGO അസോസിയേഷനിലെ GS ഉമാശങ്കർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഉമാശങ്കർ, ഇപ്പോൾ നമുക്കറിയാം കണ്ണൂർ പയ്യന്നൂരിലാണ് അനീഷ് ജോർജ് ജീവനൊടുക്കിയത്. ജോലി സമ്മർദ്ദം തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. നിലവിലെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല ഉദ്യോഗസ്ഥലങ്ങളിലേക്കും ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യവിരൽ നീണ്ടു പോവുകയാണ്. കാരണം ഈ ഒരു ജോലി സമ്മർദ്ദം അത് വലിയ തരത്തിൽ തന്നെയാണ് എല്ലാവരെയും ബാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥരുടെ ജീവൻ എടുത്തിട്ട് വേണമോ ഈ ഒരു നീക്കം എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരില്ലേ?
തീർച്ചയായും ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നവംബർ മാസം 4-ാം തീയതി ഫോം വിതരണം ആരംഭിച്ച് ഡിസംബർ 4-ാം തീയതി അത് പൂർത്തീകരിക്കുന്ന ഒരു മാസക്കാലത്തേക്ക് ഈ BLOമാർക്ക് അതിന്റെ ഡ്യൂട്ടി നിശ്ചയിച്ചാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിന്നുൾപ്പെടെ താഴെത്തട്ടിലേക്ക് വലിയ സമ്മർദ്ദങ്ങൾ താഴെത്തട്ടിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ മുകളിൽ വന്നിരിക്കുകയാണ്. ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നത് വിവിധ വകുപ്പുകളിലെ സർക്കാർ ജീവനക്കാരായി നിൽക്കുന്ന ആളുകളാണ്. അവരെ സ്പെഷ്യൽ കാഷ്വൽ ലീവ് നൽകിക്കൊണ്ട് ഒരു പ്രത്യേക ഡ്യൂട്ടിക്കായി അവരെ ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ BLOമാരുടെ സൂപ്പർവൈസർമാരായി അതത് വില്ലേജുകളിലെ വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഏറ്റവും താഴെത്തട്ടിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഇതിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞു, 23 വർഷം മുമ്പുള്ള ഒരു വോട്ടർ പട്ടിക സമഗ്രവും സമ്പൂർണവുമായ പരിഷ്കരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഈ സമയം മതിയാകില്ല എന്ന് ഇതിന്റെ ഘട്ടത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞു. 5 ദിവസങ്ങൾക്ക് മുമ്പ് NGO സോജയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഭാരവാഹികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നേരിൽ കണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ അതിന്റെ തൊട്ടുതാഴെയുള്ള ജില്ലാ കളക്ടർ, അതിനുശേഷം തൊട്ടുതാഴെയുള്ള ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ, അതിന് താഴെയുള്ള EROമാർ, AEOമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ എങ്ങനെയാണ് ആ തൊഴിലുടമ തൊഴിലാളികളോട് പെരുമാറുന്നത് ആ രീതിയിൽ ഇതിനകത്ത് ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് അതിനകത്ത് കടുത്ത സമ്മർദ്ദങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയത്. എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ മീറ്റുകളും വീഡിയോ കോൺഫറൻസുകളും നടക്കുകയാണ്. അത്തരം ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ എല്ലാ തരത്തിലും മാനസികമായി സമ്മർദ്ദപ്പെടുത്തുകയും മെമ്മോ കൊടുക്കുന്നതുൾപ്പെടെ കോഴിക്കോട് ജില്ലയിലുണ്ടായി. അവിടെ കോഴിക്കോട് ജില്ലയിൽ സബ് കളക്ടർ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ BLOക്ക് അവിടെ അതിനകത്ത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വാണിംഗ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തു. ഇവിടെ ഈ തരത്തിൽ ഒരു പരിഷ്കരണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഏതെങ്കിലും വോട്ടുകൾ വിട്ടുപോവുകയോ കൂട്ടിച്ചേർക്കപ്പെടുകയോ ചെയ്താൽ അതിന്റെ ഉത്തരവാദി BLOമാർ മാത്രമായിരിക്കുമെന്നുള്ള തരത്തിലുള്ള താഴെ തട്ടിലുള്ള സമ്മർദ്ദം കനപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഈ കേരളത്തിലെ മലയാളികളായ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ പല ഘട്ടങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രായോഗികമല്ലാത്ത സമീപനം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നും മലയാളികളായിരിക്കുന്ന ആളുകൾ കേരളത്തിന്റെ സാമൂഹ്യ ഘടന, ഭൂപ്രകൃതി, ജനസംഖ്യ, വിപുലമായ പ്രദേശം, മലമ്പ്രദേശമുണ്ട്, കുന്നിൻ ചെരിവുണ്ട്, പിന്നെ അതുതരത്തിൽ 1400-600 ആളുകൾ അധിവസിക്കുന്ന ഒരു ബൂത്തിൽ, ഒരു ഇലക്ഷൻ ബൂത്തിൽ, നമ്മുടെ വാർഡുകളല്ല, ആ ഇലക്ഷൻ ബൂത്തിൽ ഈ രീതിയിൽ ഒരു സമയം നൽകിക്കൊണ്ട് അതിനുള്ളിൽ അത് പൂർത്തീകരിക്കാത്ത ആളുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ള ഒരു ഭീഷണിയുടെ സ്വരം ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ മുന്നിൽ ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെ BLOമാർ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യം സൂചിപ്പിച്ചത്. BLOമാർ ആ ജോലിക്ക് സ്വയം സന്നദ്ധരായി വന്ന ആളുകളല്ല. വിവിധ വകുപ്പുകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഉത്തരവിലൂടെ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അവരുടെ അഡീഷണൽ ജോലിയാണിത്. അങ്ങനെ ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളുകളിൽ 2 മാസവും 1 മാസവുമായി. ഉമാശങ്കർ, ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, ഒരു സംശയമാണ്. കാരണം ഈ ഒരു ബൂത്ത് ലെവൽ ഓഫീസറായി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഇങ്ങനെ നിയോഗിച്ചതിൽ അധികൃതർക്കൊരു വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമല്ലേ ഇതിലൂടെ? തീർച്ചയായും ഈ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്, ഏറ്റവും അവസാനത്തെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്, അധ്യാപകർ, അംഗൻവാടി ടീച്ചർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പെൻഷൻകാരായി, സർവീസ് പെൻഷൻകാരായി പ്രായാധിക്യത്തിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഗ്രൂപ്പ് D ജീവനക്കാർ, ക്ലാസ് 4 ജീവനക്കാർ എന്ന് ഇപ്പോൾ പറയുന്നത് അതൊരു ഭാഷാപരമായി അത് ശരിയല്ല. ഗ്രൂപ്പ് D ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം ജോലിക്ക് നിയോഗിച്ചുകൂടാ എന്ന് തന്നെ സർക്കുലർ ഉണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ആ ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് വോട്ടുള്ള ബൂത്തിൽ
ഉൾപ്പെട്ടിരിക്കുന്ന ആളായിരിക്കണമെന്ന് പ്രഥമവും പ്രധാനവുമായ ഒരു നിർദ്ദേശം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലകളിൽ മുൻപ് EROമാരായിരുന്നത് താലൂക്ക് തഹസിൽദാർമാരായിരുന്നു. ഇപ്പോ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് അതിന്റെ സവിശേഷമായ അധികാരം കൊടുത്തുകൊണ്ട് ജില്ലാ കളക്ടറേറ്റുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരാണ് EROന്റെ ചുമതല നിർവഹിക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വനിതകളും റിട്ടയർമെന്റിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ആളുകളും കമ്പ്യൂട്ടർ പരിജ്ഞാനം കുറവുള്ള ആളുകളും ഒക്കെ ഈ മേഖലയിൽ അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മതിയായ ട്രെയിനിങ് നൽകണമെന്നുള്ള പ്രഥമമായ ആവശ്യം ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ആ ട്രെയിനിങ് പോലും ഉപരിവിപ്ലവപരമായി അത്തരം കാര്യങ്ങൾ ചെയ്തു പോയി എന്നുള്ളതല്ലാതെ ഈ ടാർഗറ്റ് ഓരോ ദിവസവും ടാർഗറ്റ് കൊടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായി. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടറെ ആ ഓഫീസിലുള്ള ജീവനക്കാരുടെ മേൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഞങ്ങള് സംഘടനാപരമായി റെപ്രസെന്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അതിന് പരാതി പറയാൻ വന്ന ആളുകളുടെ പേരിൽ നടപടിയെടുക്കുമെന്നുള്ള രീതിയിലാണ്. ഇന്നലെ ഈ മരണമുണ്ടായതിനു ശേഷം കണ്ണൂർ ജില്ലാ കളക്ടറുടെ പ്രതികരണം ഇന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി വന്നിട്ടുണ്ട്. BLO, ഈ മരണപ്പെട്ട BLO അദ്ദേഹം ഇതിനകത്ത് പരാതി പറഞ്ഞിട്ടില്ല, ജോലി ഭാരത്തിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല എന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ADM എന്ന് പറയുന്ന തൊട്ടു താഴെയുള്ള സഹപ്രവർത്തകൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യപ്പെടുന്നതിന് ഇടയാക്കിയ സാഹചര്യത്തിൽ വളരെ ആരോപണ വിധേയനായ ആളാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. ആ കളക്ടർ പറയുന്നത് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ മരണത്തെ കാണുന്നത് എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. കേരളത്തിലെ BLOമാരായിരിക്കുന്ന 10-25,000 ആളുകൾ അവരുടെ മാനസിക സംഘർഷത്തെക്കുറിച്ച് ഓരോ ജില്ലകളുടെയും ജില്ലാ കളക്ടർമാരുടെ അടുത്ത് നേരിട്ട് കണ്ട് പരാതി പറയും, ആവലാതി പറയുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഇത്തരം IAS മാടമ്പിമാർ ഏത് നാട്ടിലാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ചിന്തിച്ചു പോകുന്നത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിൽ കാര്യക്ഷമമായ ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകളിൽ BLOമാരുടെ സേവനം അർത്ഥപൂർണമായി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. ആ ജീവനക്കാരുടെ മുകളിൽ കൂടുതൽ സമ്മർദ്ദപൂർണമായ ഒരു ജോലിക്ക് നിയോഗിക്കാനുള്ള ഉത്തരവ് നൽകുമ്പോൾ അത് നടപ്പിലാക്കിയെടുക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളിൽ NGO അസോസിയേഷൻ നൽകിയ മെമ്മോറാണ്ടം നൽകുന്ന വേളയിൽ ഞങ്ങൾ ഉന്നയിച്ച ആശങ്കയെ പോലും ഗൗരവമല്ലാതെ കാണുന്നതിന്റെ ഭാഗമായി ഉണ്ടായ രക്തസാക്ഷിത്വമാണ് ഈ മരണമെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ്. മാത്രമല്ല, കേരളം പോലെ വളരെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം നിലനിൽക്കുന്ന താഴെത്തട്ടിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ മേഖലയിലാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ജീവനക്കാർ, റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. എല്ലാ ജില്ലകളിലും പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണിപ്പോ. അവിടെയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളിത് നടത്തിക്കളയുമെന്നുള്ള രീതിയിൽ ഡിസംബർ മാസം ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും 2026 ഫെബ്രുവരി മാസം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും ഒക്കെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നത്. അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല. അത് സ്വാഭാവികമായും അതിന്റെ ഒരു പരിഷ്കരണത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ 23 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഉമാശങ്കർ, ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട സമയങ്ങൾ എപ്പോഴോ കഴിഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ നമ്മോടൊപ്പം പ്രതികരിച്ചില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജാഫർ ഖാൻ, നമുക്ക് അനീഷ് എന്ന പേര് അത് കുറേയധികം ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതിനിധിയായിട്ട് മാത്രം നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ അനീഷിൻ്റെ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദം കേരളക്കരെ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത്. മാത്രമല്ല, കേരളത്തിന് പുറത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ ജോലിഭാരം സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ ഭാരിച്ച ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് വലിയൊരു ദുരന്തമായി എന്ന് തന്നെയല്ലേ ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത്? അത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെ എന്നുള്ളതല്ല. ഇതിപ്പോ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണെങ്കിലും അതിന് മുന്നിൽ അല്ലാതെയുള്ള ഗ്രേഡ് 1 അതിന് മുകളിലുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണെങ്കിലും ഇത് ഡ്യൂട്ടി ഭാരം ഒരുപോലെയാണ്. അപ്പൊ ഇത് പിന്നെ അനീഷിന്റെ വിഷയം 6 ദിവസങ്ങൾക്ക് മുമ്പ് COയെ നേരിട്ട് കണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അടിയന്തരമായി ഇടപെടണമെന്നും അധിക സമ്മർദ്ദം ഒഴിവാക്കണമെന്നും
ഇത്തരത്തിലുള്ള നിഷ്കർഷകള് താഴോട്ട് നിരന്തരം കൊടുത്തു പോകുന്നത് ശരിയല്ല എന്നും അത് ബോധ്യപ്പെടുത്തിയ ഒരു സംഘടനയാണ് NGO അസോസിയേഷൻ. കൃത്യമായി ഞങ്ങൾ സിഇഒയെ ധരിപ്പിച്ചിട്ടുണ്ട്. സിഇഒ ഇന്നലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വളരെ ദുഃഖകരമാണ്. ഇതിനകത്ത് ആരും പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ഈ അനീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അതിലേക്ക് കടന്നു വരും എന്നുള്ള കൃത്യമായ ഒരു ഭയം ഞങ്ങൾ സിഇഒയുടെ മുന്നിൽ രേഖപ്പെടുത്തി. ആത്മഹത്യ തന്നെ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ സൂചിപ്പിച്ചത്. പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സിഇഒ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അന്ന് തന്നെ വീണ്ടും ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ട് അത് 100% എത്തിക്കുന്നതിനുള്ള പ്രഷർ താഴോട്ട് കൊടുക്കുകയും അതിനേക്കാൾ താഴെയുള്ള EROമാരും ROമാരും AEROമാരും എന്തിന് സൂപ്പർവൈസർ വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരായ സൂപ്പർവൈസർമാർ പോലും BLOമാരെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത്. അത് മാത്രമല്ല, ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ 1000, 1200, 400 വോട്ടർമാരുണ്ട്. 500-600 വീടുകൾ വരുന്ന ഏരിയയാണ്. കുന്നും മലയും കയറി ഇത് പോവുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇത് എത്തിപ്പെടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പരിചയമുള്ള BLOമാരുമുണ്ട്, പരിചയമില്ലാത്ത BLOമാരുമുണ്ട്. വളരെ സങ്കീർണമായ ഒരു ജോലി ധൃതി പിടിച്ച് അതൊരു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു പേര് കൊടുത്തുകൊണ്ട് തീവ്രമായി ചെയ്തു പോകുമ്പോൾ റിസൾട്ട് നേരെ വിപരീതമാണ് ഉണ്ടാകുന്നത്. ഇത് പരിഷ്കരണത്തിലൂടെ ശരിയായ വോട്ടർമാരെ കണ്ടെത്തുന്നതിന് പകരം ശരിയായ വോട്ടർമാർ സമയത്ത് അവിടെ ഇല്ല എങ്കിൽ, എത്തിപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ ശരിയായ വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സമീപനമാണ് ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവിടെ BLOമാരെ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഒരു നിശ്ചിത പീരീഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ എത്രയോ നാളുകളായി BLOമാരുടെ ജോലി എന്ന് പറഞ്ഞാൽ തന്നെ BLOമാർ കൃത്യമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമാണ് അവർ ചെയ്തു വരുന്ന ഒരു ദൗത്യം. ആ ദൗത്യം എന്ന് പറയുന്നത് കൃത്യമായി അവിടെ മരണപ്പെടുന്ന വോട്ടർമാരെ ഒഴിവാക്കുന്നു, താമസം മാറി പോകുന്നവരെ ഒഴിവാക്കുന്നു, ഇരട്ട വോട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കുന്നു, പുതിയതായി 18 വയസ്സ് കഴിഞ്ഞു വരുന്ന ആളുകളെ ആ ബൂത്തിൽ അവരെ ചേർക്കുന്നു. ഈ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് BLOമാരാണ്. ഇതാണ് ശരിക്കുള്ള പരിഷ്കരണം. അതിനുമപ്പുറത്ത് ഒരു പീരീഡ് മാത്രം കൊടുത്തുകൊണ്ട് ആ പീരീഡിനകത്ത് 23 കൊല്ലം മുമ്പുള്ള വോട്ടേഴ്സിനെ ലിസ്റ്റിനെ എടുത്തിട്ട് അതും ഇതുമായി താരതമ്യം ചെയ്ത് പരിഷ്കരണം നടത്തുക എന്ന് പറയുന്നത് വോട്ട് നിലവിലുള്ള ആളുകാരെ വോട്ട് ഒഴിവാക്കുന്ന നടപടി തന്നെയാണ്. അത് ഞങ്ങൾക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അപ്പൊ അത് കൂടുതൽ പേരെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി, കൂടുതൽ വീടുകളിൽ എത്തിച്ചേരാതിരിക്കാൻ, കൂടുതൽ പേരിൽ അപേക്ഷ കൃത്യമായി കൊടുത്ത് പൂരിപ്പിച്ച് വാങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധിക സമ്മർദ്ദം നൽകുന്നതെന്ന മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടെ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു രാഷ്ട്രീയ ആരോപണം കൂടെ ഞങ്ങൾ സംഘടന മുന്നോട്ട് വെക്കുക. അല്ലാതെ വെറുതെ ഇവരെ അധിക സമ്മർദ്ദത്തിൽ കൊണ്ടുവന്ന് ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അല്ല. അതിനും അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടെ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഏതൊരു ആവശ്യമില്ല. ഇതിനു മുമ്പും ഈ പരിഷ്കരണം കുറച്ചുകൂടെ കൃത്യമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് എങ്കിലും അത് വർഷങ്ങൾ നീണ്ടു എന്ന ഒരു പ്രോസസ്സാണ്. ഇതുപോലെ 31 ദിവസം എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഒരു ദിവസം 31 ദിവസം കൊടുത്തിട്ടും ആ 31 ദിവസത്തിൽ പകുതി ദിവസം പോലും ആകുന്നതിന് മുമ്പ് 100% തികയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് മുഴുവൻ പേരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിനെ, രാഷ്ട്രീയക്കാരെ, കോടതിയെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും എല്ലാവരെയും തീരുമാനിക്കുന്ന, എല്ലാവരെയും പൗരത്വവും എല്ലാവരെയും വോട്ടവകാശവും തീരുമാനിക്കുന്ന അവര് നൽകുന്ന അജണ്ട, ആ അജണ്ടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഇത് കേവലം ഒരു അനീഷിന്റെ മരണം മാത്രമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ജാഫർ ഖാൻ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. സമയക്കുറവ് മൂലമാണ് ഞാൻ ഇടപെട്ടത്. എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ BJP മണ്ഡലം പ്രസിഡന്റ് K. സുനിൽകുമാർ കൂടെ ചേരുന്നുണ്ട്. ശ്രീ സുനിൽകുമാർ, ഇപ്പോൾ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയൊരു രാഷ്ട്രീയ യുദ്ധം തന്നെ കേരളത്തിൽ പുറപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞിട്ടുണ്ട് BLAയുടെ മരണവുമായി ബന്ധപ്പെട്ട് CPMഉം BJPയും ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്നാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപകമായ പരാതി പ്രവാഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വാർത്തയോട്? എല്ലാവർക്കും നമസ്കാരം. ഈ കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ 18-ാം ബൂത്തിൽ BLO ആയ അനീഷ് ജോർജ് ഒരു നല്ല BLO ആയി ആ മണ്ഡലത്തിൽ ആ ബൂത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ
അയാൾക്ക് സ്ഥലത്തിന്റെ ഒരു പരിധികൾ ഉണ്ടായിരുന്നു. വീട് കയറുമ്പോൾ ആൾക്കാരെ അറിയാത്തൊരു പരിമിതി ഉണ്ടായിരുന്നു. അതിനെ അയാൾ BJP-യുടെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും BLA-മാരെ കൂട്ടി വീട് കയറി തുടങ്ങിയതാണ്. നമ്മളെല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയ സമയത്ത് ഈ CPM-ന്റെ പ്രാദേശിക നേതാക്കൾ അനീഷ് വിളിക്കുകയും BJP-യുടെയും കോൺഗ്രസിന്റെയും BLA-മാരെ കൂട്ടി വീട് കയറാൻ പോകരുതെന്നും പോയാൽ നമ്മൾ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. ഇത് അനീഷ് എന്നെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഇതിന്റെ കാരണം കൊണ്ട് നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർക്കും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രിയ അനീഷ് ഇന്ന് നമ്മളെ വിട്ട് പോകാൻ അവസ്ഥ വരില്ലായിരുന്നു. വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ BJP കോൺഗ്രസ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലും, ഇലക്ഷൻ പ്രചരണത്തിന് കയറാൻ പോലും ഇവിടുത്തെ CPM പാർട്ടിക്കാർ, ഇവിടുത്തെ പ്രവർത്തകർ വിടുന്നില്ല എന്നൊരു സത്യാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. വീട് കയറാൻ പാടില്ല, ഇത് നമ്മുടെ പാർട്ടി ഗ്രാമമാണ്, ആലപ്പടമ്പ് പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് വിളിച്ചു പറഞ്ഞത്. അതും എന്നോടാണ് വിളിച്ചു പറയുന്നത്, ഇവിടെ കയറാൻ പാടില്ല, നമ്മൾ തടയും. ഇവിടെ അക്രമം സൃഷ്ടിച്ച് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഇവിടെ CPM നടത്തുന്നത്. അതിന്റെ ഒരു ഇരയാണ് നമ്മുടെ അനീഷ് ഏട്ടൻ. BJP-ക്ക് പറയാനുള്ളത്, ഈ സുഗമമായി നടത്താൻ വേണ്ടി, ഈ ഇലക്ഷൻ സുഗമമായി നടത്താൻ വേണ്ടി ഇതിന്റെ അന്വേഷണം പോലീസ് ഗൗരവമായി ഏറ്റെടുക്കണം. ഈ ഇലക്ഷന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സേന ഈ പ്രദേശത്ത് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സേനയിറക്കി ഈ ഇലക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് BJP മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി സുനിൽകുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ BJP ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും BLO-യുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് തൊഴിൽ സമ്മർദ്ദം മൂലമല്ലെന്ന കണ്ണൂർ കളക്ടറുടെ റിപ്പോർട്ടുമുണ്ട്. തൊഴിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നും അനീഷ് ജോർജ് നല്ല രീതിയിൽ ജോലി ചെയ്തിരുന്ന ആളാണെന്നും അരുൺ K. വിജയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.